So once again, welcome back to virtual teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഓപ്പറേഷൻ എന്ന സബ്ജക്റ്റിലെ എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മളിതിൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കവർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് വേഗം തന്നെ ചാപ്റ്ററിലേക്ക് കിടക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പവർ ഓഫ് സെബി? സെബിയുടെ ഒബ്ജക്റ്റീവ്സും പവർ എന്താണെന്ന് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു 50 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അത് എഴുതാണ്ട് നമ്മൾ ആദ്യം തന്നെ സെബി എന്താന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ പവറും ഒബ്ജക്റ്റീവ്സ് എല്ലാം മെൻഷൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ സെബിയുടെ ഫുൾ ഫോം എന്താണെന്ന് പഠിക്കണം. എന്താണത്? സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബിയുടെ ഫുൾ ഫോം. നെക്സ്റ്റ് നമുക്കൊരു അബൌട്ട് സെബി എഴുതി വയ്ക്കാം. എന്താണ് സെബി? SEBI is a statutory authority to deal with all matters relating to the capital market. ക്യാപിറ്റൽ മാർക്കറ്റായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെയും ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് സെബി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ ഓൺലി റെഗുലേറ്ററി അതോറിറ്റി ടു റെഗുലേറ്റ് ദ സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ പവറുള്ള ഒരേ ഒരെണ്ണമുള്ളൂ. അതാണെന്ത്? സെബി എന്ന് പറഞ്ഞിട്ടുള്ളപ്പോൾ റെഗുലേറ്ററി അതോറിറ്റി. സെബി എന്നത് റെഗുലേറ്ററി അതോറിറ്റിയാണ്. അവരെന്താ റെഗുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണ് സെബി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ ദ അതോറിറ്റി ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റി. ഈ സെക്യൂരിറ്റീസിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നോക്കി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതോറിറ്റിയും കൂടിയാണ്. അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഒരു അതോറിറ്റിയും കൂടിയാണ് സെബി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ് ടു. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള സെക്യൂരിറ്റി മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് കൂടിയും പ്രൊമോട്ട് ചെയ്യുക എന്നതും സെബിയുടെ എയിമാണ്. ഇത്രയും കാര്യം ഇരിക്കഴിഞ്ഞാൽ അബൌട്ട് സെബി ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി ആണ്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി ഫസ്റ്റ് പോയിന്റ് ആണ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റി. സെക്യൂരിറ്റിയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. രണ്ടാമത് ടു പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സെക്യൂരിറ്റി മാർക്കറ്റ്. അതേപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്യുക. മൂന്നാമത് ടു റെഗുലേറ്റ് ദ സെക്യൂരിറ്റി മാർക്കറ്റ്. എന്താണ്? സെക്യൂരിറ്റി മാർക്കറ്റിനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുക. അവരായിട്ടും റൂൾസ് റെഗുലേഷൻസ് വെച്ച് സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുക. ലാസ്റ്റ് വൺ ടു പ്രൊവൈഡ് ഫോർ ദ മാറ്റർ കണക്റ്റഡ് വിത്ത് ഓർ ഇൻസിഡൻറ്റൽ ടു ദ ഫോർസെറ്റ് പർപ്പസ്. ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സെബി എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെ 4 മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് സെബിക്കുള്ളത്. ഏതൊക്കെയാണ് മെയിനായിട്ട്? ഇൻവെസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. മൂന്നാമത്തത് സെക്യൂരിറ്റി മാർക്കറ്റ് എല്ലാം കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യണം. മേലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ അപ്പും ചെയ്യണം. ഇതെല്ലാമാണ് സെബിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് സെബി. സെബിയുടെ പവേഴ്സ് എന്തെല്ലാമാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് പവർ ആണ് make rules, guidelines and regulation and issue notification and circular for disciplined growth of security market. സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയുള്ള റൂൾസും ഗൈഡ് ലൈൻസും റെഗുലേഷൻസും നോട്ടിഫിക്കേഷൻസും സർക്കുലറും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സെബി ആയിരിക്കും. ഇഷ്യൂ ഡയറക്ഷൻസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഓർഡർലി ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്. കൃത്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റൂൾസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സെബി ആയിരിക്കും. റെഗുലേറ്റ് ദ ഫംഗ്ഷനിങ് ഓഫ് ഡിഫറെൻറ്റ് മാർക്കറ്റ് ഇൻ്റർമീഡിയറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന ഇൻ്റർമീഡിയറീസ് ഉണ്ട്. അപ്പോൾ ഈ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ഒരു ബാഡ് അഡ്വാൻറ്റേജ് എടുക്കാണ്ടിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് അവരെയും കൂടി ആര് റെഗുലേറ്റ് ചെയ്യും? സെബി കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നതായിരിക്കും. ക്യാൻസൽ ഓർ സസ്പെൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ്സ്. അവർക്ക് തോന്നാണ് ഇൻ്റർമീഡിയറ്റ്സിനെ ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ ചില ഇൻ്റർമീഡിയറ്റ്സിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സെബിക്ക് അതിന് പവർ ഉണ്ട് എന്ത് ചെയ്യാൻ? അവരുടെ ആ രജിസ്ട്രേഷൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് കളയാനും ക്യാൻസൽ ചെയ്ത് കളയാനും. നെക്സ്റ്റ് റെഗുലേറ്റ് ദ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ള റൈറ്റും സെബിക്കാണ്. ഗ്രാൻഡ് ആൻഡ് റിന്യൂ റെക്കഗ്നൈസ്ഡ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെക്കഗ്നൈസേഷൻ റിന്യൂ ചെയ്യാനും അല്ലെങ്കിൽ അത് ഗ്രാൻഡ് ചെയ്യാനൊക്കെ റൈറ്റ് സെബിക്കാണ്. കൺസിഡർ അപ്പീൽ എഗെയിൻസ്റ്റ് ലിസ്റ്റിംഗ് ഓഫ് റെഫ്യൂസൽ. അപ്പോൾ ഈ ലിസ്റ്റിംഗ് ഒക്കെ റെഫ്യൂസ് ചെയ്യുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ഉള്ള അപ്പീലൊക്കെ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി റൈറ്റും സെബിക്കുണ്ട്. ദെൻ എന്താണ്? ഇഷ്യൂ ഡയറക്റ്റീവ്സ് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ടു ഓവർസീ ദ ബൈ ലോ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ എന്താണ്?
സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൃത്യമായിട്ട് സെബി ഡയറക്ടേഴ്സിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അവർ കൃത്യമായിട്ട് ലിസ്റ്റിങ്ങും എഗ്രിമെന്റും അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് നടത്തുന്നുണ്ടോ എന്നെല്ലാം ഓവർസീ ചെയ്യുന്നതായിരിക്കും. കണ്ടക്ട് എൻക്വയറീസ് ആൻഡ് ഓഡിറ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കൃത്യമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഡിറ്റും അതുപോലെ എൻക്വയറീസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ആക്ട് അഗെയിൻസ്റ്റ് ഇഷ്യൂസ് ഫോർ വയലേഷൻ റിലേറ്റിംഗ് ടു ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വയലേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള റൈറ്റ് സെബിക്കുണ്ട്. ആക്ട് അഗെയിൻസ്റ്റ് ഫ്രോഡ്ലന്റ് ഇൻഡ്യൂസ്മെന്റ് ടു ഇൻവെസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫ്രോഡ്ലന്റ് ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ ആക്ട് ചെയ്യാനുള്ള റൈറ്റും സെബിക്കുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് prohibit any company from issuing or prospectus, offer documents or advertisement. അപ്പോൾ നമ്മുടെ സെബിക്ക് തോന്നാണ് ഇന്ന കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഓഫർ ചെയ്യാനോ റൈറ്റ് കൊടുക്കണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള റൈറ്റ് സെബിക്കുണ്ട്. റെഗുലേറ്റ് ഡിസ്ക്ലോഷർ ഇൻ ദ പ്രോസ്പെക്ടസിൽ എന്തെല്ലാം കാണിക്കണം, എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന കാര്യം റെഗുലേറ്റ് ചെയ്യാൻ റൈറ്റ് സെബിക്കുണ്ടാവും. നെക്സ്റ്റ് സ്പെസിഫൈ ഫോം ആൻഡ് കണ്ടക്ട് ഓഫ് പ്രോസ്പെക്ടസ്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രോസ്പെക്ടസിന്റെ കണ്ടന്റ്, അത് എന്തൊക്കെ വരണം, അത് ഏത് ഫോമുല പ്രിപ്പയർ ചെയ്യണ്ടേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ റൈറ്റ് സെബിക്കുണ്ടാവും. ഗ്രാൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ഗ്രാൻഡ് ചെയ്യാൻ റൈറ്റും സെബിക്കുണ്ട്. ഇൻസ്പെക്ട് കമ്പനീസ് അഫെയർ, കമ്പനിയിലെ കാര്യങ്ങൾ തിരക്കാനുള്ള റൈറ്റും ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, സെബിക്കുണ്ടാവും. ഇൻവെസ്റ്റിഗേറ്റ് fraudulent transaction in security and violation made by any intermediary or any person associated with market. എന്തെങ്കിലും നമ്മുടെ സെക്യൂരിറ്റീസിന് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കും. അവരെതിരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൃത്യമായിട്ട് നടപടി എടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്, സെബിക്ക് ഉണ്ട്. ക്ലിയർ ആയല്ലോ? സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്? ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ കമ്പോണൻസ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ സബ് മാർക്കറ്റ്സ് എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുമുമ്പ് നമ്മൾ ആദ്യം നോക്കണം, നമ്മൾ ആദ്യം എന്താണ് ഇന്ത്യൻ മണി മാർക്കറ്റിന് എഴുതി വെച്ചിട്ട് വേണം നമ്മൾ ഈ കമ്പോണൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ഇന്ത്യൻ മണി മാർക്കറ്റ് നോക്കാം. ഇന്ത്യൻ മണി മാർക്കറ്റ്. The India money market is a monetary system that facilitates the lending and borrowing of short-term fund. അപ്പോൾ ഇന്ത്യൻ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോണിറ്ററി സിസ്റ്റമാണ്. അതെന്താണ് ലെൻഡ് ചെയ്യുകയും ബോറോ ചെയ്യുന്നത്? ഷോർട്ട് ടേം ഫണ്ട്സ് മാത്രമായിരിക്കും അവർ ലെൻഡ് ചെയ്യുക, കൊടുക്കുകയും അതേപോലെ തന്നെ ബോറോ ചെയ്യുകയും ചെയ്യുക. Though it is not a developed money market, it is lending money market among the developing countries. അപ്പോൾ എന്താണ്, അതൊരു ഫുള്ളി ഡെവലപ്ഡ് മണി മാർക്കറ്റ് അല്ല. അതുകൊണ്ട് തന്നെ അത് ഡെവലപ്പിംഗ് കൺട്രീസിലായിരിക്കും കൂടുതലും മണി ലെൻഡ് ചെയ്യുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI plays a major role in regulating and controlling the Indian money market. അപ്പോൾ ഇന്ത്യൻ മണി മാർക്കറ്റ് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആരാണ് ഏറ്റവും മേജർ റോൾ പ്ലേ ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI ആയിരിക്കും ഏറ്റവും കൂടുതലും ആ ഒരു റോൾ പ്ലേ ചെയ്യുക. An important function of Indian money market is to facilitate the intervention of the RBI. Thus, RBI influence the liquidity of the finance system and implement other monetary policy measures through the money market. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഫിനാൻസ് സിസ്റ്റത്തിൻ്റെ ലിക്വിഡിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് RBI ഈ ഒരു ഇന്ത്യൻ മണി മാർക്കറ്റ് യൂസ് ചെയ്യുക. അതുവഴി അവർ കുറേ മോണിറ്ററി പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മണി മാർക്കറ്റ് ഹെൽപ്പോടെ കുറേ മോണിറ്ററി പോളിസീസ് ഫോം ചെയ്തിട്ട് അവർ ആ വരി എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫിനാൻസ് സിസ്റ്റം വളരെ ലിക്വിഡാക്കി മാറ്റുന്നു, വളരെ എളുപ്പത്തിൽ തന്നെ ഫണ്ട് ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇന്ത്യൻ മണി മാർക്കറ്റ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പോണൻസ് ആണ്, അല്ലെങ്കിൽ എന്താണ് സബ് മാർക്കറ്റ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് കോൾ മണി മാർക്കറ്റ്. അപ്പോൾ എന്താണ് കോൾ മണി മാർക്കറ്റ്? ഇറ്റ് റെഫേഴ്സ് ടു ദ മാർക്കറ്റ് ഫോർ എക്സ്ട്രീംലി ഷോർട്ട് പീരീഡ് ലോൺസ്. വളരെ ചെറിയ പീരീഡിലേക്കുള്ള ലോൺ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റാണ് കോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്മോൾ സ്പാൻ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 to 14 days വരെയാണ് അതിൻ്റെ ഒരു ടൈം പീരീഡ് എടുക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സബ് മാർക്കറ്റ് ഓഫ് ദ ഇന്ത്യൻ മണി മാർക്കറ്റ്. നമ്മുടെ ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് മാർക്കറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് കോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെയാണ് ഇനി കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. ഏതാണ് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്? It is a market for commercial bill arising out of trade transaction. ട്രേഡ് ട്രാൻസാക്ഷൻ നടത്തി കഴിയുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഒരു ബില്ലാണ് കൊമേഴ്ഷ്യൽ ബിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കൊമേഴ്ഷ്യൽ ബില്ലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റാണ് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡിമാൻഡ് ആൻഡ് യൂസൻസ് ബിൽ
clean bill, documentary bill, inland and foreign bill, etc. are the different type of bill circulating in this market. അപ്പോൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ക്ലീൻ ബിൽ അല്ലെങ്കിൽ ഡിമാൻഡ് ബിൽ, ഡോക്യുമെൻ്ററി ബിൽ, ഇൻലാൻഡ് ബിൽ, ഫോറിൻ ബിൽ, ഇതെല്ലാം എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ ബില്ലാണ്. ഈ ട്രേഡ് നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ ബില്ലാണ്. ഇറ്റ് ഹാസ് 2 segments. അപ്പോൾ ഈ ഒരു ബില്ല് കൊമേഴ്ഷ്യൽ ബില്ല് എന്ന് പറയുമ്പോൾ 2 segments മെയിനായിട്ടുള്ളത്. ഒന്നാമത്തത് ഡിസ്കൗണ്ട് മാർക്കറ്റ്, രണ്ടാമത് ആക്സെപ്റ്റൻസ് മാർക്കറ്റ്. അപ്പോൾ ഇത്രയും കാലം അറിഞ്ഞാൽ ഇതാണ് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബില്ല് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ട്രേഡ് ട്രാൻസാക്ഷനിൽ നിന്നാണ് കൊമേഴ്ഷ്യൽ ബിൽ ഫോം ചെയ്യുന്നത്. ആ കൊമേഴ്ഷ്യൽ ബില്ലിന് വേണ്ടിയുള്ള ഒരു മാർക്കറ്റാണ് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് എന്നും പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ട്രഷറി ബിൽ മാർക്കറ്റ്. എ മാർക്കറ്റ് വേർ ട്രഷറി ബില്ല് ബ്രോഡ് ആൻഡ് സോൾഡ് ഇസ് കോൾഡ് ട്രഷറി ബിൽ മാർക്കറ്റ്. അപ്പോൾ ട്രഷറി ബില്ല് കൊണ്ടുവന്ന് ബ്രോഡ് ചെയ്ത് അത് വിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള മാർക്കറ്റാണ് ട്രഷറി ബിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ട്രഷറി ബിൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ മെയിൻ ഇൻസ്ട്രുമെന്റ് ഫോർ ഷോർട്ട് ടേം ബോറോയിങ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെൻറ് മെയിനായി ചെയ്യുന്ന ഷോർട്ട് ടേം ബോറോയിങ്ങിൽ ഉപയോഗിക്കുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ട്രഷറി ബിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ട്രഷറി ബിൽ മാർക്കറ്റ്. 3 പറഞ്ഞു: കോൾ മണി മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ്. ഇനി അടുത്തതാണ് മാർക്കറ്റ് ഫോർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ CDs. അപ്പോൾ എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിന് വേണ്ടിയുള്ള മാർക്കറ്റ്, അതാണ് മാർക്കറ്റ് ഫോർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇറ്റ് ഈസ് എഗെയിൻ ആൻ ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻറ്റ് ഓഫ് ദ ഇന്ത്യൻ മണി മാർക്കറ്റ്. ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ പിന്നെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പോണൻറ്റ് തന്നെയാണ് ഈ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ആരെ ഇഷ്യൂ ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിരിക്കും ഇത് ഇഷ്യൂ ചെയ്യുക. അടുത്താണ് മാർക്കറ്റ് ഫോർ കൊമേഴ്ഷ്യൽ പേപ്പർ, CP. കൊമേഴ്ഷ്യൽ പേപ്പറിന് വേണ്ടിയുള്ള മാർക്കറ്റ്. അപ്പോൾ എന്താ നോക്കാം. ഇറ്റ് ഈസ് എ മാർക്കറ്റ് വേർ ദ കൊമേഴ്ഷ്യൽ പേപ്പർ ആർ ട്രേഡഡ്. കൊമേഴ്ഷ്യൽ പേപ്പർ ട്രേഡ് ചെയ്യുന്ന, പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് മാർക്കറ്റ് ഫോർ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ലാസ്റ്റ് വൺ ആണ് ഇനി ഷോർട്ട് ടേം ലോൺ മാർക്കറ്റ്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് വേർ ദ ഷോർട്ട് ടേം ലോൺ റിക്വയർമെൻറ്റ് ഓഫ് കോർപ്പറേറ്റ്സ് ആർ മെയ്ഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ അടുത്ത് വരുന്ന കോർപ്പറേറ്റ്സ് കമ്പനികളുണ്ടാവും. ആ കമ്പനിക്ക് വേണ്ടിയുള്ള ഷോർട്ട് ടേം ലോൺസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു മാർക്കറ്റാണ് ഷോർട്ട് ടേം ലോൺ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. Bank provides short-term loan to corporate in the form of cash credit or in the form of overdraft. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈ പറയുന്ന കോർപ്പറേറ്റ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എന്ത് ലോണാണ്? ഷോർട്ട് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒന്നില്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റിൻ്റെ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഫോമിലായിരിക്കും. അതാണ് ഷോർട്ട് ടേം. അപ്പോൾ ഷോർട്ട് ടേം ലോൺ മാർക്കറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് കോർപ്പറേറ്റ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, ഷോർട്ട് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി അസിസ്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഷോർട്ട് ടേം ലോൺ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ ലാസ്റ്റ് വൺ ആണ് റീപോ മാർക്കറ്റ്. ഇറ്റ്സ് എ മാർക്കറ്റ് ഫോർ റീപർച്ചേസ് എഗ്രിമെൻറ്റ്. റീപർച്ചേസ് എഗ്രിമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റാണ് റീപോ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻ ഇന്ത്യ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ദ സെല്ലർ ആൻഡ് ദ RBI ഈസ് ദ ബയർ ഇൻ റീപോ ട്രാൻസാക്ഷൻ. റീപോ ട്രാൻസാക്ഷനിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിരിക്കും അതിൻ്റെ ആ ഒരു പറയുന്ന സെക്യൂരിറ്റിയുടെ സെല്ലർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ആരാ പർച്ചേസ് ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് വിൽക്കുമ്പോൾ അത് പർച്ചേസ് ചെയ്യുന്നത് RBI ആയിരിക്കും. RBI ഈസ് ദ ബയർ ഇൻ റീപോ ട്രാൻസാക്ഷൻ. അപ്പം ഇത്രയും എണ്ണമാണ് എന്താണ് നമ്മുടെ കമ്പോണൻസ് അല്ലെങ്കിൽ സബ് മാർക്കറ്റ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. ക്ലിയർ ആയല്ലോ? സോ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്തെല്ലാമാണ് നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് 8 ട്രാൻസാക്ഷൻസ് ഉള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ ഡീലിംഗ്, രണ്ടാമത്തെ മാർജിൻ ട്രേഡിംഗ്, മൂന്നാമത്തെ ആർബിട്രേജ്, നാലാമത്തെ വാഷ് സെയിൽസ്, അഞ്ചാമത്തെ ബ്ലാങ്ക് ട്രാൻസ്ഫർ, ആറാമത്തെ ക്യാരി ഓവർ ഓർ ബാറ്റ്ല ട്രാൻസാക്ഷൻ, ദെൻ ഏഴാമത്തെ കോർണറിംഗ്, എട്ടാമത്തെ റിഗ്ഗിംഗ് ദ മാർക്കറ്റ്. അപ്പോൾ നമ്മുടെ സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷനിൽ ഒന്നാമത്തെയാണ് ഓപ്ഷൻ ഡീലിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഓപ്ഷൻ ഡീലിങ്സ്? ദ ടേം ഓപ്ഷൻ മീൻസ് എ റൈറ്റ്. അപ്പോൾ ഓപ്ഷൻ്റെ മീനിങ് എന്താണ്? റൈറ്റ് എന്നാണ് ഓപ്ഷൻ്റെ മീനിങ്. ഓപ്ഷൻ ഡീലിംഗ് ഈസ് എൻ എഗ്രിമെൻറ്റ് ഓഫ് ദ റൈറ്റ് ടു ബൈ ഓർ സെൽ എ സർട്ടൺ നമ്പർ ഓർ സ്പെസിഫൈഡ് സെക്യൂരിറ്റി അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് വിത്തിൻ എ പ്രിസ്ക്രൈബ് ടൈം ലിമിറ്റ്. അപ്പോൾ ഓപ്ഷൻ ഡീലിംഗ് എന്ന് വെച്ചാൽ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അവിടെ ഒരു സർട്ടൺ നമ്പർ ഓഫ് സ്പെസിഫിക് സെക്യൂരിറ്റി, അതും പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ്, നേരത്തെ ഡിറ്റർമൈൻ ചെയ്ത പ്രൈസിൽ ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനുള്ള ഒരു റൈറ്റിനാണ് ഓപ്ഷൻ ഡീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
Then share dealing is a highly risky transaction in security whose price fluctuates violently. അപ്പോൾ എന്താണ് ഷെയർ ഡീലിംഗ് എന്നത് ഹൈ റിസ്ക് ആണ്. കാരണം പെട്ടെന്നായിരിക്കും സെക്യൂരിറ്റീസിലെ പ്രൈസിൽ മാറ്റം വരിക. ടു അവോയ്ഡ് ദ റിസ്ക് ഓഫ് ലോസ് സ്പെക്കുലേറ്റേഴ്സ് എൻ്റർ ഇൻ ടു ഓപ്ഷൻ ഡീലിങ്സ്. അപ്പോൾ ആ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്ഷൻ ഡീലിങ്ങിലേക്ക് കിടക്കുക. In option dealing, the speculator enter into a contract with another person and acquire the right either to buy or sell certain security at a specific price on a specific date. അപ്പോൾ ഓപ്ഷൻ ഡീലിങ്ങിൽ സ്പെക്കുലേറ്റർ എന്ത് ചെയ്യും, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും വേറൊരു വ്യക്തിയായിട്ട്. എന്നിട്ട് അദ്ദേഹം ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് റൈറ്റ് അക്വയർ ചെയ്യാണ്. എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു സെക്യൂരിറ്റി ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ റൈറ്റ് വേണം. അതും ഒരു സ്പെസിഫിക് പ്രൈസിലായിരിക്കും ഓൺ എ സ്പെസിഫിക് ഡേറ്റ്. കൃത്യമായിട്ട് എൻ്റെ പ്രൈസും ഡേറ്റും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ അന്ന് ഈ പറയുന്ന ഷെയർ വിൽക്കാനോ വാങ്ങാനുള്ള റൈറ്റ് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റ് സ്പെക്കുലേറ്റർ എൻ്റർ ചെയ്യുന്നതാണ്. If he is a bull speculator, he shall enter into purchase option, and if the speculator is a bear, he will contract for a sale option. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ബുള്ളും ബിയർ എന്തെല്ലാമാണെന്നൊക്കെ. അപ്പോൾ ആ ഒരു സ്പെക്കുലേറ്റർ ബുള്ളാണെങ്കിൽ, ബുൾ സ്പെക്കുലേറ്റർ ആണെങ്കിൽ അദ്ദേഹം എന്തിൽ എൻ്റർ ചെയ്യുള്ളൂ, പർച്ചേസ് ഓപ്ഷനിൽ മാത്രമേ എൻ്റർ ചെയ്യുള്ളൂ. എന്നാൽ സ്പെക്കുലേറ്റർ ഒരു ബിയർ ആണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, അത് സെയിൽ ഓപ്ഷനിലായിരിക്കും എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് പറയാനുള്ളത്, ഈ ഓപ്ഷൻ ഡീലിംഗ് മെയിനായിട്ട് 3 ടൈപ്സ് ഉണ്ട്. ഒന്നാമത്തെ കോള്, രണ്ടാമത്തെ പുട്ട്, മൂന്നാമത്തെ കോൾ ആൻഡ് പുട്ട്. സോ ഫസ്റ്റ് വൺ ആണ് കോൾ ഓപ്ഷൻ. ഇറ്റ് ഈസ് ആൻ ഓപ്ഷൻ ടു ബൈ സർട്ടൻ സെക്യൂരിറ്റി അറ്റ് ഫിക്സഡ് പ്രൈസ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു ഫിക്സഡ് പ്രൈസിൽ ഇത്രയും സെക്യൂരിറ്റീസ് ബൈ ചെയ്യാം എന്നൊരു ഓപ്ഷൻ അല്ലെങ്കിൽ റൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോൾ ഓപ്ഷനിൽ മെയിനായിട്ട് ആരെ എൻ്റർ ചെയ്യുള്ളൂ, ബുൾ സ്പെക്കുലേറ്റേഴ്സ് ആയിരിക്കും കൂടുതലും എൻ്റർ ചെയ്യുക. കാരണം ഇവിടെ പർച്ചേസ് അല്ലെങ്കിൽ ബൈയിങ് ഉള്ളതുകൊണ്ട് തന്നെ ബുൾ സ്പെക്കുലേറ്റേഴ്സ് ആയിരിക്കും കൂടുതൽ ഈ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്യുക. ഈ നെക്സ്റ്റ് വൺ ആണ് പുട്ട് ഓപ്ഷൻ. ഇൻ ദിസ് കേസ് സ്പെക്കുലേറ്റർ അക്യൂർ ദ റൈറ്റ് ടു സെൽ ഓർ നോട്ട് ടു സെൽ. അപ്പോൾ എന്താണ് സ്പെക്കുലേറ്ററിന് കിട്ടുന്ന റൈറ്റ് എന്താണ്, ഒന്നിലെ അദ്ദേഹത്തിന് അത് വിൽക്കാം അല്ലെങ്കിൽ വിൽക്കാണ്ടിരിക്കാം. അങ്ങനെ റൈറ്റ് ആണ് പുട്ട് ഓപ്ഷനിൽ കിട്ടുക. ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ ജനറലി മെന്റ് ബൈ ദ ബിയർ സ്പെക്കുലേറ്റർ. ഇറ്റ് ഈസ് നോൺ ആസ് എ മാൻഡി സുവഡ. അപ്പോൾ എന്താണ് ഈ ഒരു ട്രാൻസാക്ഷൻ വെച്ചാൽ എന്താണ്, അവിടെ ബിയർ സ്പെക്കുലേറ്റേഴ്സിനാണ് കൂടുതൽ യൂസ്ഫുൾ ആവുക. കാരണം ബിയർ സ്പെക്കുലേറ്റേഴ്സിനാണല്ലോ വിൽക്കാൻ താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയും കൂടുതൽ ഈ ഒരു ട്രാൻസാക്ഷനിൽ ഏർപ്പെടുക. ഇത് ലാസ്റ്റ് വണ്ണാണ് കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ. എ കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2. അപ്പോൾ എന്താണ് കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഉള്ളത്. ഇറ്റ് ഈസ് എ റൈറ്റ് ഏതർ ടു ബൈ ഓർ സെൽ ദ സെക്യൂരിറ്റി ഗിവൺ ഫോർ എ സ്പെസിഫൈഡ് സം. അപ്പോൾ എന്താണ് ഇവിടെ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് ഈസ് എ റൈറ്റ് ഏതർ ടു, ഒന്നില്ലെങ്കിൽ വാങ്ങിക്കാം അല്ലെങ്കിൽ വിൽക്കാം. അത് അവർക്ക് തോന്നുന്ന പോലെ ചെയ്യാം. ഒന്നില്ലെങ്കിൽ വാങ്ങിക്കാം, കോൾ ആണെങ്കിൽ ബൈ ചെയ്യാം, പുട്ടാണെങ്കിൽ സെല്ല് ചെയ്യാം. അപ്പോൾ കോൾ ആൻഡ് പുട്ട് എന്ന് പറയുമ്പോൾ എന്താ, ബൈയും ചെയ്യാം അല്ലെങ്കിൽ സെല്ലും ചെയ്യാം. അത് ആ ഒരു സ്പെക്കുലേറ്ററിൻ്റെ ഇഷ്ടം പോലെ. ഓക്കെ ആണല്ലോ. ഈ നെക്സ്റ്റ് വൺ ആണ് മാർജിൻ ട്രേഡിംഗ്. എന്താണ് മാർജിൻ ട്രേഡിംഗ് നോക്കാം. മാർജിൻ ട്രേഡിംഗ് ഈസ് എ സിസ്റ്റം ഓഫ് പർച്ചേസിംഗ് സെക്യൂരിറ്റി വിത്ത് ഫണ്ട് ബോറോഡ് ഫ്രം ബ്രോക്കർ. ബ്രോക്കറിൽ നിന്ന് ഫണ്ട് ബോറോ ചെയ്ത ശേഷം നമ്മൾ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് മാർജിൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ പ്രൈസ് ആർ ഫേവറബിൾ ദ ക്ലയൻറ്റ് മേ ഇൻസ്ട്രക്ട് ദ ബ്രോക്കർ ടു സെൽ ദ സെക്യൂരിറ്റി. ആ ഒരു ക്ലയൻറ്റിന് ഫേവർ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് ഇപ്പോൾ സെക്യൂരിറ്റി നിൽക്കുന്നതെങ്കിൽ എന്ത് പറയും, ബ്രോക്കറിനോട് വേഗം തന്നെ സെക്യൂരിറ്റീസ് വിൽക്കാൻ പറയും. വെൻ ദ സെക്യൂരിറ്റീസ് ആർ സോൾഡ് ഹിസ് അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ആൻഡ് വിൽ ഹാവ് ഹയർ മാർജിൻ ഫോർ പർച്ചേസ്. അപ്പോൾ എന്താണ്, ആ സെക്യൂരിറ്റീസ് വിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ആ മണി ക്രെഡിറ്റ് ആവും. അപ്പോൾ പർച്ചേസ് സമയത്ത് ഹയർ മാർജിൻ ലഭിക്കുന്നതാണ്. ജനറലി ദ പ്രൈസ് ഡിഫറൻസ് ഇസ് ക്രെഡിറ്റഡ് ആൻഡ് ഡെബിറ്റഡ് ആസ് എ കേസ് മേ ബി. അത് ആവശ്യാനുസരണം പ്രൈസ് ഡിഫറൻസ് അനുസരിച്ച് ക്രെഡിറ്റും ഡെബിറ്റും ചെയ്യുന്നതാണ്. മോസ്റ്റ് ഓഫ് സ്പെക്കുലേറ്റീവ് പർച്ചേസ് ആർ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് മാർജിൻ ട്രേഡിംഗ്. മിക്കപ്പോഴും സ്പെക്കുലേറ്റീവ് പർച്ചേസ് നടത്തുന്നത് മാർജിൻ ട്രേഡിംഗ് അനുസരിച്ചായിരിക്കും. ദിസ് സിസ്റ്റം പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ബ്രോക്കർ ആൻഡ് പ്രിവെന്റ് ഓവർ ട്രേഡിംഗ് ബൈ ദ ക്ലയൻറ്റ് സിൻസ് ദ ക്ലയൻറ്റ് ഷുഡ് മെയിൻറ്റെയിൻ ദ മാർജിൻ. അപ്പോൾ ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നു, ബ്രോക്കറിൻ്റെ ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാരണം ക്ലയൻറ്റിനെ കൊണ്ട് ഓവർ ട്രേഡ് നടത്താൻ സമ്മതിക്കുന്നില്ല. ക്ലയൻറ്റ് കൃത്യമായിട്ട്, കാരണം എന്താണ്, ക്ലയൻറ്റ് കൃത്യമായിട്ടൊരു മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഒരു ട്രേഡിംഗ് ആണ് മാർജിൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഇനി ആർബിട്രേജ്. Arbitrage is a highly specialized
ആൻഡ് സ്കിൽ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി. വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടും അതേപോലെ സ്കിൽഡ് ആയിട്ടുള്ള സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റിയാണ് ആർബിട്രേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് അണ്ടർടേക്കൻ ടു മേക്ക് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദ ഡിഫറൻസ് ഇൻ പ്രൈസ് ഓഫ് സെക്യൂരിറ്റി ഇൻ ടു ഡിഫറെൻറ്റ് മാർക്കറ്റ്. രണ്ട് ഡിഫറെൻറ്റ് മാർക്കറ്റ്സിൽ ഒരേ സെക്യൂരിറ്റിയുടെ പ്രൈസ് ഡിഫറൻസ്, ആ ഒരു പ്രൈസ് ഡിഫറൻസിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് റെഫേഴ്സ് ടു ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ദ സെയിം സെക്യൂരിറ്റി simultaneously in two different market with a view to earn a profit out of the price difference. അപ്പോൾ ഇവരെന്ത് ചെയ്യും, സെയിം സെക്യൂരിറ്റി തന്നെ അവരെന്ത് ചെയ്യും, സൈമിൾട്ടേനിയസ് ആയിട്ട് പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യും രണ്ട് ഡിഫറെൻറ്റ് മാർക്കറ്റിൽ. എന്നിട്ട് അതിൽ നിന്ന് എന്തേക്കും അവർ പ്രോഫിറ്റ് ഏൺ ചെയ്യും, ആ ഒരു പ്രൈസ് ഡിഫറൻസിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യും. അതിനാണ് നമ്മൾ ആർബിട്രേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഇനി വാഷ് സെയിൽ. വാഷ് സെയിൽസ് എന്താണ്, ദേ ആർ ഫിക്റ്റീഷ്യസ് ട്രാൻസാക്ഷൻ. ഫിക്റ്റീഷ്യസ് ട്രാൻസാക്ഷൻ ആണ് വാഷ് സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അണ്ടർ ദിസ് മെത്തേഡ് സ്പെക്കുലേറ്റർ സെൽ ഹിസ് സെക്യൂരിറ്റി ആൻഡ് ദെൻ റീപർച്ചേസ് ദ സെയിം ത്രൂ ദ ബ്രോക്കർ അറ്റ് എ ഹയർ പ്രൈസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സ്പെക്കുലേറ്റർ തൻ്റെ സെക്യൂരിറ്റീസിനെ വിൽക്കുന്നു, എന്നിട്ട് പിന്നെയും അദ്ദേഹം അതേ സെക്യൂരിറ്റീനെ റീപർച്ചേസ് ചെയ്യാണ് ഹയർ പ്രൈസ്. ബ്രോക്കറിനെ വെച്ച് അയാൾ തിരിച്ച് പർച്ചേസ് ചെയ്യും. ആക്ച്വലി നോ ട്രാൻസാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ വാഷ് സെയിൽ. ശരിക്കും പറഞ്ഞാൽ എന്താണ്, അവിടെ ട്രാൻസാക്ഷൻ ഒന്നും നടക്കുന്നില്ല, കാരണം വിറ്റ ആൾ തന്നെയാണ് തിരിച്ചത് മേടിക്കുന്നത്. By this process, an artificial demand can be created, which will ultimately lead to an artificial rise in price. ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഡിമാൻഡാണ് ക്രിയേറ്റ് ചെയ്യുക. കാരണം അദ്ദേഹം വിറ്റത് കുറഞ്ഞ വിലയ്ക്കും പർച്ചേസ് ചെയ്ത് കൂടുതൽ വിലയ്ക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, ആ ഒരു ഷെയറിൻ്റെ പ്രൈസ് ആർട്ടിഫിഷ്യലായിട്ട് അദ്ദേഹം റേസ് ചെയ്യുകയാണ്. സ്പെക്കുലേറ്റർ വിൽ ദെൻ സെൽ സെക്യൂരിറ്റി അറ്റ് ദ ഇൻക്രീസ് പ്രൈസ് ആൻഡ് മേക്ക് ദ പ്രോഫിറ്റ്. എന്നിട്ട് അത് മേടിച്ച ശേഷം ഇപ്പോൾ ചിലപ്പോൾ അദ്ദേഹം വിറ്റത് ചിലപ്പോൾ 100 രൂപയ്ക്കും പിന്നെ റീപർച്ചേസ് ചെയ്ത് 150 രൂപയ്ക്കാണെങ്കിൽ നെക്സ്റ്റ് ടൈം അദ്ദേഹം അത് മാർക്കറ്റിൽ സെയിൽ ചെയ്യുമ്പോൾ 150 രൂപയ്ക്കും സെയിൽ ചെയ്യാൻ പോകുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് തന്നെ അതിൻ്റെ പ്രൈസ് അദ്ദേഹം ഇൻക്രീസ് ചെയ്തേക്കാണ്ട് ആ ഇൻക്രീസ് റേറ്റിലേക്ക് പിന്നീട് അദ്ദേഹം അവിടെ സെല്ല് ചെയ്യുകയും ആ വഴി അദ്ദേഹത്തിന് പ്രോഫിറ്റ് ഏൺ ചെയ്യാനും സാധിക്കും. ഈ നെക്സ്റ്റ് വൺ ആണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ വിത്തൗട്ട് മെൻഷനിങ് ദ നെയിം ഓഫ് ദ ട്രാൻസ്ഫറി ടു ദ ട്രാൻസ്ഫർ ഡീഡ്. അപ്പോൾ എന്താണ് ഇത് വെച്ച് കഴിഞ്ഞാൽ, ഈ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫറിൽ ആരാണോ ഈ സംഭവം ട്രാൻസ്ഫർ ചെയ്തത്, ട്രാൻസ്ഫറിയുടെ പേര് എന്താണ് കൃത്യമായിട്ട് ട്രാൻസ്ഫർ ഡീഡിൽ കാണിച്ചിട്ടുണ്ടാവില്ല. ബൈ ദിസ് പ്രോസസ് ദ ഷെയർ ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഇൻ എനി number of time, and finally my transferee who want to get the share registered in his name can submit the blank transfer from along with security and get them transferred in his name. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്കിവിടെ ഷെയർ രജിസ്റ്റർ ചെയ്യുമ്പോൾ പേരില്ല, ആരുടെ പേരില്ല. അപ്പോൾ ഇതിനെ കൈമാറി ആരുടെ പേരില്ല, ആർക്കാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് അദ്ദേഹത്തിൻ്റെ പേരെത്തുമ്പോൾ ആ ബ്ലാങ്ക് ട്രാൻസ്ഫറിൽ അദ്ദേഹത്തിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ആ സെക്യൂരിറ്റി മാറ്റാൻ പറ്റും. ദിസ് സേവ്സ് സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് അതർ ഫീസ് ഇൻ എവറി ട്രാൻസാക്ഷൻ. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ ഇപ്പോൾ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനിലും സ്റ്റാമ്പ് ഡ്യൂട്ടീസും അതേപോലെ തന്നെ ഫീസൊക്കെ വരും. അപ്പോൾ ഇങ്ങനൊരു ബ്ലാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ അവിടെ ആരുടെ പേരിൽ രജിസ്റ്റേർഡ് അല്ല, അതുകൊണ്ട് തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടീസും വരുന്നില്ല, ഫീസും വരുന്നില്ല. അപ്പോൾ അവസാനം ആരാണോ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തുമ്പോൾ മാത്രം അദ്ദേഹം മാത്രം ആ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഫീസും അടച്ചാൽ മതി. ഇതാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ലാസ്റ്റ് വൺ ആണ് കോർണറിങ്. എന്താണ് കോർണറിങ്? എ കോർണർ ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ മാർക്കറ്റ് ഇൻ വിച്ച് ഓൾമോസ്റ്റ് ദ എൻറ്റയർ സപ്ലൈ ഓഫ് എ പർട്ടിക്കുലർ സെക്യൂരിറ്റി ഈസ് ഹെൽഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ. അപ്പോൾ കോർണർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്, ഒരു കണ്ടീഷനാണ് മാർക്കറ്റിലെ, അവിടെ ആ എൻറ്റയർ ആ പർട്ടിക്കുലർ സെക്യൂരിറ്റിയുടെ എൻറ്റയർ സപ്ലൈ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ആയിരിക്കും. Thereafter, by purchasing substantially the whole of the available security and getting their actual delivery, speculator will not resell them and will create a scarcity. അപ്പോൾ ഇങ്ങനെ കേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫുൾ സെക്യൂരിറ്റീസ് അവൈലബിൾ സെക്യൂരിറ്റി എല്ലാം തന്നെ ഒരാൾ തന്നെ പർച്ചേസ് ചെയ്തിട്ട് എന്നിട്ട് അവിടെ ഒരു അത് റീസെൽ ചെയ്യാണ്ട് അവിടെ ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. This is also an undesirable activity. ഇതൊരു അൺഡിസൈറബിൾ ആക്ടിവിറ്റിയും കൂടിയാണ്. This practice will create artificial scarcity and affect the normal supply of security. ഇങ്ങനെ വരുമ്പോൾ എന്താണ്, അവിടെ ഒരു ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ഉണ്ടാവില്ലേ, കാരണം ആ ഫുൾ സെക്യൂരിറ്റി ഒരു വ്യക്തി തന്നെ പർച്ചേസ് ചെയ്ത് അത് റീസെൽ ചെയ്യാണ്ടിരിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി ഇൻട്രസ്റ്റ് ഓഫ് ദ ജെയിം ഇൻവെസ്റ്റർ വിൽ ബി ബാഡ്ലി. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താണ്, ആ ഒരു ഒറിജിനൽ താല്പര്യമുള്ള അല്ലെങ്കിൽ സത്യസന്ധമായ ഇൻവെസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റിനാണ് അത് വളരെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുക. ലാസ്റ്റ് വൺ ആണ് rigging the market. Rigging means artificially pushing up the market price of a particular security. ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസിനെ ഇൻക്രീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതാണ് റിഗ്ഗിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
ദിസ് ആക്ടിവിറ്റി ഈസ് ജനറലി ക്യാരിഡ് ഓൺ ബൈ ദ ബുൾ സ്പെക്കുലേറ്റർ. അപ്പോൾ മെയിനായിട്ട് ഈ റിഗ്ഗിങ് നടത്തുന്ന ആരായിരിക്കും? എപ്പോഴും ബുൾ സ്പെക്കുലേറ്റേഴ്സ് ഒക്കെ നടത്തുക. ഡ്യൂ ടു സ്ട്രോങ് ബുൾ മൂവ്മെന്റ് ദ പ്രൈസ് ഓഫ് സർട്ടൻ സെക്യൂരിറ്റി വിൽ ഗോ അപ്പ് ആൻഡ് ഡിമാൻഡ് ഷാൽ ബി ക്രിയേറ്റഡ്. അങ്ങനെ ബുൾ മൂവ്മെന്റ്, അങ്ങനത്തുള്ള സ്പെക്കുലേറ്റേഴ്സിന്റെ മൂവ്മെന്റ് കാരണം ചില സർട്ടൻ സെക്യൂരിറ്റീസിന്റെ പ്രൈസ് വളരെയധികം ഹ്യൂജ് ആവുകയും ഡിമാൻഡ് വളരെയധികം ക്രിയേറ്റ് ആവുകയും ചെയ്യുന്നു. വെൻ ദ പ്രൈസ് റൈസ് ദേ വിൽ സെൽ ദ സെക്യൂരിറ്റി ആൻഡ് മേക്ക് പ്രോഫിറ്റ്. അങ്ങനെ വരുമ്പോൾ ആ പ്രൈസ് റൈസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു ബുൾ അവരെന്ത് ചെയ്യുന്നു? ആ സെക്യൂരിറ്റീസ് സെല് ചെയ്ത് അതുകൂടെ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാമാണ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ മെയ്ഡ് ഇൻ എ സെക്യൂരിറ്റി മാർക്കറ്റ്. സോ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ പ്രോസസ് ഓഫ് ട്രേഡിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്തെല്ലാമാണെന്നാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിനെ 5 സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് സെലക്ഷൻ ഓഫ് എ ബ്രോക്കർ, രണ്ടാമത്തെ പ്ലേസിംഗ് ആൻ ഓർഡർ, മൂന്നാമത്തെ മേക്കിംഗ് ദ കോൺടാക്ട്, നാലാമത്തെ പ്രിപ്പയറിംഗ് കോൺട്രാക്ട് നോട്ട്, അഞ്ചാം സെറ്റിൽമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. സോ ഇതിൽ ഫസ്റ്റ് വൺ ആണ് സെലക്ഷൻ ഓഫ് എ ബ്രോക്കർ ഓർ ഓപ്പണിംഗ് എ ട്രേഡിംഗ് അക്കൗണ്ട്. ഫസ്റ്റ് വൺ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ബ്രോക്കറിനെ സെലക്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ദ പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഷെയർ ഹാസ് ബി മെയ്ഡ് ഓൺലി ത്രൂ എ ബ്രോക്കർ. നമ്മളിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഒരു ഷെയർ സെയിൽ ചെയ്താലും പർച്ചേസ് ചെയ്താലും അത് നമ്മൾ ബ്രോക്കർ വഴി മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. The intending investor or seller may approach his bank or any other stock broker for this purpose. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടി ഇൻവെസ്റ്റർ ഒന്നില്ലെങ്കിൽ അവരുടെ ബാങ്കിനെ ബന്ധപ്പെടും, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കറിനേക്കും ബന്ധപ്പെടുക. ഓക്കെ ആണല്ലോ ഫസ്റ്റ് പോയിന്റ്. ഒരു ബ്രോക്കറിനെ സെലക്ട് ചെയ്യണം, അതേപോലെ തന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്ലേസിംഗ് ആൻ ഓർഡർ. ഓർഡർ പ്ലേസ് ചെയ്യണം. After opening trading account and demat account, the client can place order through the broker either in online mode or in offline mode. അപ്പോൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലയൻറ്റ് എന്ത് ചെയ്യാം? ഓർഡർ പ്ലേസ് ചെയ്യാം. ആ ഒരു ബ്രോക്കർ വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഓൺലൈൻ മോഡിലായിരിക്കും, അല്ലെങ്കിൽ ഓഫ്ലൈൻ മോഡിലായിരിക്കും. In online mode, the client himself by using the client ID, username and password provided access the trading platform using the broker's website and do the trade. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഓൺലൈൻ മോഡിലാണെങ്കിൽ ക്ലയൻറ്റ് എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റ് ഐഡിയും യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ആ ഒരു ബ്രോക്കറിൻ്റെ വെബ്സൈറ്റിൽ ചെന്ന് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ കയറി വേണ്ട ട്രേഡിംഗ് ഒക്കെ നടത്താവുന്നതാണ്. The broker also guide the client about the type of security to be purchased and the proper time for it. അതേപോലെ തന്നെ ബ്രോക്കർ കൃത്യമായിട്ട് ക്ലയൻറ്റിനെ ഗൈഡ് ചെയ്യും. ഏത് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത്, അതേപോലെ തന്നെ ഏത് ടൈമിലാണ് അത് പർച്ചേസ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ബ്രോക്കർ കൃത്യമായി പറഞ്ഞു തരും. If a client is to sell the security, then the broker tells him about the favorable time for sale. അതേപോലെ തന്നെ ഇപ്പോൾ ക്ലയൻറ്റിന് ആ ഒരു സെക്യൂരിറ്റി ബൈ ചെയ്യാനല്ല സെല്ല് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഏത് ടൈമിലാണ് ഏതാണ് ഫെയറബിൾ ടൈം സെയിലിൽ പറ്റിയത് അത് കൃത്യമായിട്ട് ബ്രോക്കർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇൻ ഓഫ്ലൈൻ മോഡാണ്. ഓഫ്ലൈൻ ട്രേഡിംഗ് ആണെങ്കിൽ ദ ക്ലയൻറ്റ് ഇൻസ്ട്രക്ട് ദ ബ്രോക്കർ ടു പെർഫോം ട്രേഡ് ഓൺ ബിഹാഫ് ഓഫ് ഹിം. അപ്പോൾ എന്ത് ചെയ്യും? ക്ലയൻറ്റിന് താല്പര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ബ്രോക്കറിനോട് പറഞ്ഞിട്ട് ബ്രോക്കർ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ബിഹാഫായിട്ട് എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യുക. The broker will try to make purchase as far as possible to the nearest price offered by the client. അപ്പോൾ എന്ത് ചെയ്യും? ബ്രോക്കർ ഏറ്റവും മാക്സിമം ട്രൈ ചെയ്യും ആ ഒരു ക്ലയൻറ്റ് പറഞ്ഞ പ്രൈസിലേക്ക് ഷെയർസ് ഉള്ള സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ച് ക്ലയൻറ്റിനെ കൊണ്ട് അത് പർച്ചേസ് ചെയ്യിക്കാൻ വേണ്ടി. The order will be placed in the computerized software system of the exchange for matching bids. അപ്പോൾ എന്ത് ചെയ്യും? എന്നിട്ട് ആ ഒരു ഓർഡർ ഇപ്പം നമ്മുടെ ക്ലയൻറ്റിന് താല്പര്യം വന്നു അത് മേടിക്കും റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെല്ല് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറൈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലേക്ക് അറിയിച്ച് ആ ബിഡ്സ് ഒക്കെ കൃത്യം മാച്ച് ആയി പോകാൻ വേണ്ടി എല്ലാം അതിലേക്ക് നമ്മുടെ ബ്രോക്കറെ എത്തിക്കുന്നതായിരിക്കും. ഇനി തേർഡ് വൺ ആണ് മേക്കിംഗ് ദ കോൺട്രാക്ട് ഓർ എക്സിക്യൂഷൻ ഓഫ് ഓർഡർ. മേക്കിംഗ് ദ കോൺട്രാക്ട് എന്താണെന്ന് നോക്കാം. When matching bid is identified, the client order get executed automatically. അപ്പോൾ നമ്മൾ ബിഡിന് വേണ്ടി നമ്മൾ എന്താണ് ഇലക്ട്രോണിക് ആയിട്ട് സോഫ്റ്റ്വെയറിലേക്കൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടായല്ലോ. അപ്പോൾ എന്താണ് ആ ബിഡ് മാച്ച് ആയി കഴിഞ്ഞാൽ ക്ലയൻറ്റിന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു
സംഭവം എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. If no immediate match is found, the order will be kept in the system on a price come the time priority basis. അപ്പോൾ അത് ആ ഒരു ബിഡ് മാച്ച് ആയില്ലെങ്കിൽ, ഇമ്മീഡിയറ്റ്ലി മാച്ച് ആയില്ലെങ്കിൽ ഓർഡർ ഡിലീറ്റ് ആയി പോവല്ല ചെയ്യുക, ഓർഡർ എന്ത് ചെയ്യും, സിസ്റ്റത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് എപ്പോഴാണ് ആ പ്രൈസും ടൈമും സെയിമേ വരിക, ആ ടൈമിൽ അതിർത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് മൂന്നാമത്തെ, മേക്കിംഗ് ദ കോൺട്രാക്ട് ഓർ എക്സിക്യൂഷൻ ഓഫ് ഓർഡർ. നാലാമത്തെയാണ് പ്രിപ്പയറിംഗ് ദ കോൺട്രാക്ട് നോട്ട്. Contract note is a confirmation slip of trade done on a particular day on behalf of a particular client. അപ്പോൾ ഒരു പർട്ടിക്കുലർ ക്ലയൻറ്റ് ബിഹാഫിൽ ഒരു പർട്ടിക്കുലർ ഡേയിൽ ട്രേഡ് ഇറങ്ങി കഴിഞ്ഞാൽ അതിന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ഉണ്ടാക്കും. ആ സ്ലിപ്പിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബ്രോക്കർ ഇഷ്യൂ ദ കോൺട്രാക്ട് നോട്ട് ടു ദ ക്ലയൻറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഷോയിങ് ഡീറ്റെയിൽസ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബ്രോക്കർ ആയിരിക്കും കോൺട്രാക്ട് നോട്ട് ക്ലയൻറ്റിലേക്ക് കൊടുക്കുക. അതൊരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുക. ഡീറ്റെയിൽ ഓഫ് സെക്യൂരിറ്റി ട്രേഡഡ് ആർ ഗീവൺ ഇൻ ദിസ് നോട്ട് മെൻഷൻ ദ നമ്പർ, പ്രൈസ് എക്സെട്ര. അപ്പോൾ ആ ഒരു കോൺട്രാക്ട് നോട്ടിൽ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഉണ്ടാവും, കൃത്യമായിട്ട് ആ നമ്പർ ഓഫ് ഷെയർസ്, പ്രൈസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് ആയിരിക്കും ആ ഒരു കോൺട്രാക്ട് നോട്ട് എന്ന ആ ഒരു സ്ലിപ്പിൽ ഉണ്ടാവുക. ഇനി ലാസ്റ്റ് വൺ ആണ് സെറ്റിൽമെൻറ്റ്. സെറ്റിൽമെൻറ്റ് ഓഫ് ട്രേഡ് മീൻസ് പേയ്മെൻറ്റ് ഓർ ഡെലിവറി ഓഫ് സെക്യൂരിറ്റി ടു ദ ക്ലയൻറ്റ്. ഒന്നില്ലെങ്കിൽ എന്താണ്, അപ്പോൾ സെറ്റിൽമെൻറ്റ് ഓഫ് ട്രേഡ് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പേയ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് ഡെലിവറി, ആ സെക്യൂരിറ്റി ഡെലിവർ ചെയ്യുക, അല്ലെങ്കിൽ പേയ്മെൻറ്റ്. ഇപ്പോൾ സെയിലാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് പേയ്മെൻ്റ് ആയിരിക്കും, എന്നാൽ പർച്ചേസ് ആണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് ആ ഒരു സെക്യൂരിറ്റി ഡെലിവറി ആയിരിക്കും. അത് ക്ലയൻറ്റിലേക്ക് എത്തുന്നതിനാണ് സെറ്റിൽമെൻറ്റ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. If the settlement is done by giving actual delivery of the security on receiving the price, it is called liquidation in full. അപ്പോൾ എന്താണ്, ഈ സെറ്റിൽമെൻറ്റ് റൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വൽ ഡെലിവറി ആ സെക്യൂരിറ്റി കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് നമ്മൾ ക്ലയൻറ്റിലേക്ക് ഏൽപ്പിച്ചു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഫുൾ എമൗണ്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലിക്വിഡേഷൻ ഇൻ ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്.